പാകിസ്ഥാൻ ട്രംപിനൊപ്പം ചേർന്ന് ഞങ്ങളെ ചതിക്കുകയാണ്. ചർച്ചകളിലെല്ലാം തന്നെ ഇടങ്കോലിട്ട് പിന്നിൽ നിന്നും കുത്തുന്ന നയമാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇതൊട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അമേരിക്കയുമായുള്ള ചർച്ചകൾക്കായി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ അട്ടിമറിച്ചതായി തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഇവിടെ എല്ലാം പാകിസ്ഥാൻ ഇരട്ടത്താപ്പ് നയങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ നേരിട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ചാരപ്പണി നടത്തുന്ന പാകിസ്ഥാൻ ഇറാനെ പിന്നിൽ നിന്നും കുത്തുകയാണ് എന്നും ചർച്ചകളിൽ വാഷിംഗ്ടണിന്റെ പക്ഷം ചേർന്നുകൊണ്ട് വിനാശകരമായ കളികളാണ് അവിടെ ഏർപ്പെട്ടിരിക്കുന്നത് എന്നതാണ് ഇറാൻ ആരോപണം നടത്തിയിരിക്കുന്നത്. ഇതാദ്യമായാണ് അയൽ രാജ്യമായ പാകിസ്ഥാനെതിരെ ഇറാൻ ഇത്രയധികം പരസ്യവും രൂക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ പ്രസ്താവന ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ്. അമേരിക്കയുമായുള്ള ചർച്ചകൾക്കായി തന്നെ ഇറാൻ മുന്നോട്ട് വെച്ച 10 നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ അട്ടിമറിച്ചതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുന്നതിന് പകരം തന്നെ വാഷിംഗ്ടണിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന പുതിയ 16 ആവശ്യങ്ങൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനാണ് ഇവിടെ ഇസ്ലാമാബാദ് ശ്രമം നടത്തുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകരിച്ച ചട്ടക്കൂടുകൾ പോലും സൈനിക മേധാവി അസീം മുനീറിന്റെ നേതൃത്വത്തിൽ ഇവിടെ അട്ടിമറിക്കപ്പെട്ടുവെന്നും ഇറാൻ മാധ്യമങ്ങൾ ഈ ചർച്ചയിലൂടെ തന്നെ വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ സമാധാനവാദികളായി ചമയുകയും ഉള്ളിൽ അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാകിസ്ഥാന്റെ വഞ്ചന ഇനി ഇവിടെ സഹിക്കാൻ പാടില്ല അല്ലെങ്കിൽ സഹിക്കില്ല എന്ന നിലപാടാണ് ഇവിടെ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ അമേരിക്കയുമായുള്ള 2ാം ഘട്ട ചർച്ചകളിൽ പങ്കെടുക്കില്ല എന്ന് ഇറാൻ ആവർത്തിച്ചു വ്യക്തമാക്കുമ്പോഴും ചർച്ചകൾ ഉടൻ നടക്കുമെന്ന തരത്തിൽ പാകിസ്ഥാൻ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്ന ആക്ഷേപം അടക്കം ഉയരുകയാണ് ചെയ്യുന്നത്. ആഗോളതലത്തിൽ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ഈ നീക്കം അത് അപഹാസ്യമാണ് എന്ന് ഇറാനിയൻ നിരീക്ഷകർ അടക്കം ഇവിടെ പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക നടത്തുന്ന നാവിക ഉപരോധം തുടരുന്നതിനിടയിൽ ചർച്ചകൾക്കില്ല എന്ന് ഇറാൻ ഇവിടെ ഉറച്ച നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ ഉപരോധത്തെ യുദ്ധപ്രഖ്യാപനം എന്നതാണ് ഇറാൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ മധ്യസ്ഥതയിൽ അല്ലെങ്കിൽ അവർ മധ്യസ്ഥരായി തന്നെ നിൽക്കുന്നത് അമേരിക്കയെ സഹായിക്കാനാണ് എന്നത് വ്യക്തമായതോടുകൂടി തന്നെ മേഖലയിൽ ഇറാൻ പാക് ബന്ധം കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് നീങ്ങുന്നത്. സ്വന്തം രാജ്യത്തെ ഭീകരവാദികളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത പാകിസ്ഥാൻ അയൽ രാജ്യങ്ങളെ ചതിച്ചുകൊണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ കളിക്കുന്നത് അപകടകരമായ ഒരു രാഷ്ട്രീയം തന്നെയാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരടക്കം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.